പ്രിന്റു മറുപടി. അല്ല, ഇതിനകത്ത് നേരത്തെ ശ്രീജിത്ത് സാറ് പറഞ്ഞതും രോഹിണി മേഡം പറഞ്ഞതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ഭരണകർത്താക്കളായിരുന്ന ആളുകൾ എങ്ങനെയാണ് അവരുടെ നിലപാടുകൾ അതിനനുസൃതമായി ഉന്നത വിദ്യാഭ്യാസ മേഖല പോവുക. കാരണം നമുക്കൊരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു, ഈ ബിന്ദുവിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. അവരൊരു എയ്ഡഡ് കോളേജിലെ പ്രിൻസിപ്പളാണ്. ABVPയുടെ സ്ഥാനാർത്ഥി ഒരു വോട്ടിന് ജയിച്ച സാഹചര്യത്തിൽ ആ ജയിച്ച ബാലറ്റ് പേപ്പർ കൊണ്ട് ഓടിയിട്ട് അന്ന് AKGCTയുടെ അവിടുത്തെ യൂണിറ്റ് പ്രസിഡൻ്റായിരുന്നു, ഓടിയ ആളാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി. അപ്പോൾ അവർക്ക് ഈ SFIക്കാരോടുള്ള നിലപാടും SFIയുടെ പ്രവർത്തനങ്ങളെ നന്നാക്കണം എന്നുള്ള കാര്യങ്ങൾ എത്രത്തോളം അവർക്ക് ആത്മാർത്ഥം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു ഘടനയാണ്, പാർട്ടിയുടെ ഒരു ഫ്രാക്ഷൻ ഉണ്ട്. അത് വൈസ് ചാൻസലർ മുതൽ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി വരെ ഒരേ ഘടനയിൽ ചിന്തിക്കുകയാണ്. ആ ചിന്ത എന്ന് പറയുന്നത് ഇവർക്കെതിരായി നിൽക്കുന്ന മുഴുവൻ ആളുകളെയും ഏത് വിധേനയും തീർക്കുക. അത് തീർക്കുന്നത് മരണം വരെയാണെങ്കിൽ മരണം, അവരെ കൊല്ലുകയാണെങ്കിൽ കൊല്ലുക. അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള സ്റ്റൈലിയാണ് ഈ പ്രസ്ഥാനത്തിനുള്ളത്. ഇതിനൊന്ന് ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയത് ഗവർണറാണ്. ഗവർണർ ഇറങ്ങിയ സമയത്ത് ഇപ്പം നേരത്തെ ഈ ഘടകകക്ഷികളുടെ ആളുകൾ നേരത്തെ നമ്മൾ പറയാലോ, ഈ ബിനോയ് വിശ്വം ഇതുമായി SFIയുടെ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ളൊരു പ്രസ്താവനയും ആ പ്രസ്താവന പറഞ്ഞപ്പോൾ അതിനെ CPMന്റെ നേതാക്കൾ സ്വാഗതം ചെയ്തത്. സ്വാഭാവികമായിട്ട് ബിനോയ് വിശ്വത്തിനെ ഏതൊക്കെ വിധേയനാണ് തേജോവധം ചെയ്യാനാണ് SFIയുടെയും DYFIയുടെയും CPMന്റെ നേതാക്കൾ ശ്രമിച്ചത്. അപ്പം നമുക്ക് കേരളത്തിൻ്റെ ഒരു പൊതു മനഃശാസ്ത്രം അനുസരിച്ച് ഈ പ്രത്യയശാസ്ത്രപരമായിട്ടൊരു പ്രശ്നം ഇതിനകത്തുണ്ട്. ഇത് ക്യാമ്പസിനകത്ത് ഈ പ്രത്യയശാസ്ത്രമല്ലാതെ ചിന്തിക്കുന്ന ആളുകളെ ഏത് വിധേനയും ഇവർ ഇല്ലാതാക്കും എന്നുള്ളത് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിൽ നേരത്തെ ബൽദേവ് സാർ പറഞ്ഞല്ലോ, ഈ കേരളത്തിൽ ABVPക്കാർ കുത്തിക്കുന്ന. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കി, കേരളത്തിൻ്റെ ഒരു കൊലപാതക ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ക്യാമ്പസിൽ 56ഓളം പേരുടെ കൊലപാതകത്തിന് കാരണമായിട്ടുള്ള പ്രസ്ഥാനം എന്ന് പറയുന്നത് SFI ആണ്. ഈ കേരളത്തിൽ തന്നെ അംഗഭംഗരായിട്ടുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട്. ഇപ്പം പൂക്കോട് നമ്മളുടെ അവിടെ യൂണിവേഴ്സിറ്റി, വെറ്റിനറി യൂണിവേഴ്സിറ്റി തന്നെ ഇതിനും ഒരു 5 വർഷത്തിനപ്പുറത്ത് ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ കണ്ണടിച്ച് പൊട്ടിച്ചിട്ട് ഇന്നും അദ്ദേഹത്തിന് ഒരു ഭാഗം കാണില്ല, ഒരു കണ്ണിന് കാഴ്ചശക്തി ഇല്ലാത്ത ആൾ അന്നുണ്ട്. അപ്പോൾ ഇതൊരു ഇരുമ്പ് കോട്ട, നമ്മൾ പറയില്ല, ഇതൊരു രാവണ കോട്ടയായിട്ട് കേരളത്തിലെ ക്യാമ്പസുകളെ മാറ്റുന്നു. പ്രത്യേകിച്ച് പൂക്കോട്ടിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. അവിടെ 16-ാം തീയതി മുതൽ 18-ാം തീയതി വരെ ആ വിദ്യാർത്ഥിയെ വീട്ടിലേക്ക് പോയ ആളെ തിരിച്ചു വിളിച്ച് അദ്ദേഹത്തിന് ഫോൺ മേടിച്ച് വളരെ മൃഗീയമായിട്ട് പീഡിപ്പിച്ച് അദ്ദേഹത്തിനെ കൊല്ലാക്കൊല ചെയ്യുമ്പോഴും ഇതൊക്കെ അറിയുന്ന ആളാണ് അസിസ്റ്റന്റ് വാർഡൻ. പക്ഷെ അസിസ്റ്റന്റ് വാർഡൻ പ്രതികരിക്കുന്നില്ല. കൃത്യമായിട്ട് ഡീനിനറിയാം. അവിടെ വൈസ് ചാൻസലർ സ്വാഭാവികമായി 16-ാം തീയതി മുതൽ 21-ാം തീയതി വരെ ക്യാമ്പസിനകത്തുണ്ട്. അപ്പൊ ഇവരുടെ കൺമുട്ടിൽ നടക്കുന്ന ഈ സംഭവ വികാസങ്ങളെ മുഴുവൻ ലാഘവത്തോടു കൂടി കണ്ട് ഈ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇവിടുത്തെ ഈ പറയുന്ന അധികാരി വർഗമാണ് യഥാർത്ഥ പ്രശ്നം. ഈ അധികാരി വർഗത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ്. നേരത്തെ സർ പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് കൃത്യമായിട്ടുള്ള പണിഷ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ SFIയുടെ ഈ കൊലപാതക സംഘത്തിന് കൂട്ടുനിൽക്കുന്ന മുഴുവൻ അധ്യാപകർ എന്ന് വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള ഈ SFIക്കാരുടെ അതേ മാനസികാവസ്ഥ ചിന്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും കിട്ടുന്ന ഒരു തിരിച്ചടി കൂടിയായിരിക്കും. അവരെ അനുസൃതമായിട്ടുള്ള നിയമ സംവിധാനം ഈ കേരളത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ SFIയുടെ കൊലയാളി സംഘത്തിന്റെ ഈ പ്രവർത്തനങ്ങൾ ഒരു പരിധി വരെ അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പറയാനുള്ളത്. അതെ, ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എന്തായാലും SFI ഗുണ്ടായിസവും രാഷ്ട്രീയ പിൻബലത്തിലുള്ള അതിക്രൂരമായ നടപടികളും ഒക്കെ ക്യാമ്പസിൽ നിന്ന് ഉന്മൂലനം ചെയ്തേ മതിയാവുകയുള്ളൂ. അതിന് ഇച്ഛാശക്തിയുള്ള ഭരണകൂടവും നിയമവ്യവസ്ഥയും തന്നെയാണ് അനിവാര്യം.